നിരവധി പ്രൊഫഷണൽ നാടകങ്ങൾക്ക് തൂലിക ചലിപ്പിച്ച കൈവേലി സ്വദേശി വിനീഷ് പാലയാട് തിരക്കഥ എഴുതിയ സമരനായകൻ VS അച്യുതാനന്ദൻ അഭിനയിച്ച ക്യാമ്പസ് ഡയറി എന്ന ചലച്ചിത്രത്തിന് വടകരയിൽ സ്വീകരണം നൽകി. കൈവേലിയിലെ ചൂട്ടാ കൂട്ടായ്മയാണ് വടകരയിൽ സ്വീകരണമൊരുക്കിയത്. ടൌണിൽ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കാളികളായി. വടകര കേരള കൊയറിൽ ആദ്യ ദിനത്തിൽ നടന്ന പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തിയത്. ഒരു നാടിന്റെ കുടിവെള്ളത്തിനായി വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത ദൌത്യവുമായാണ് സിനിമ മുന്നേറുന്നത്. വർത്തമാനകാല സാഹചര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ കുടിവെള്ളത്തിനായുള്ള സമരം. സമരനായകൻ VS അച്യുതാനന്ദൻ എത്തുന്നതോടെയാണ് സിനിമ ആവേശകരമാകുന്നത്. ജീവൻ ദാസാണ് സംവിധാനം നിർവഹിച്ചത്. മലയാളത്തിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം ശ്രീജിത്ത് കൈവേലിയുടെ വില്ലൻ വേഷവും ഏറെ ശ്രദ്ധേയം. വിനീഷ് പാലയാട് എഴുതി ജീവൻ ദാസ് സംവിധാനം ചെയ്ത ക്യാമ്പസ് ഡയറി എന്ന സിനിമ കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് വിനീഷ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇത് കേരളത്തിലെ എല്ലാ പ്രേക്ഷകരും നെഞ്ചേറ്റും എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. വർത്തമാനകാലത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് സിനിമ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുപ്പക്കാര് ഈ സിനിമ സ്വീകരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്റെ എല്ലാവിധ ഭാവങ്ങളും. നല്ലൊരു അനുഭവമാണ് സിനിമ കണ്ടപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു കേവല വിനോദം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വളരെ ഗൌരവമായിട്ടുള്ള സാമൂഹ്യ വിചാരം കൂടിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കഥയും കഥാസന്ദർഭങ്ങളും വിഷയങ്ങളും ഒക്കെയാണ് ക്യാമ്പസ് ഡയറി എന്ന ഈ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കോർപ്പറേറ്റ് കടന്നുകയറ്റത്തിൽ ജനജീവിതം തകർക്കുന്ന ഒരു ശരിക്കും അതിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഈ സിനിമയിലൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഏതായാലും ഈ കാലഘട്ടം നമ്മളെ ആർപ്പിച്ചിട്ടുള്ള ഒരു കടമ നിർവഹിക്കുക എന്നതാണ് ഈ സിനിമയിലൂടെ ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നല്ലൊരു സന്ദേശമായി ഈ സിനിമയെ കാണാൻ ഈ സിനിമ ജനങ്ങൾ ഏറ്റെടുക്കണം. ഈ സിനിമ വിജയിപ്പിക്കുന്നതിൽ വലിയ പങ്ക് നാട് സംഭാവന ചെയ്യണമെന്നുള്ളതാണ്. ഏറെ പ്രധാനപ്പെട്ട സന്ദേശം നൽകുന്ന ഈ സിനിമയ്ക്ക് അംഗീകാരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. RK സുഗുണൻ, ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.